നാം എല്ലാവരും വലിയ വലിയ ടെക്നോളജികളൊക്കെ യൂസ് ചെയ്യുന്നവരാണ്. ഇതെല്ലാം വലിയ സാധ്യതകൾ ദൈവം നമുക്ക് തുറന്നു വെച്ച് തന്നിരിക്കുന്നത് തന്നെയാണ്. എന്നാൽ ഏതൊരു ടെക്നോളജി ആണെങ്കിലും അത് ദൈവത്തിനും നമ്മൾക്കും നന്മയ്ക്കായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ മാത്രമേ അതുകൊണ്ട് അർത്ഥമുണ്ടാവുകയുള്ളൂ. ദൈവത്തിൻ്റെ ഒരു ഇഷ്ടമനുസരിച്ച് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി അത് ഉപയോഗിക്കുമ്പോഴാണ് ആ ഒരു ടെക്നോളജി യഥാർത്ഥത്തിൽ ദൈവികമായി തീരുന്നത്. ഇല്ലെങ്കിൽ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും പോകുന്നത് പിശാചിനായിരിക്കും. അതുകൊണ്ട് നാം നമ്മുടെ കൈകളിൽ എത്തിച്ചേരുന്ന ഓരോ വസ്തുവിനെയും എങ്ങനെയാണ് കാണുന്നതെന്നും അതെന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്നും ഒന്ന് വിശകലനം ചെയ്ത് നോക്കുക. മൊബൈലിനെ നമ്മളെല്ലാവരും വലിയൊരു വില്ലനായി ചിത്രീകരിക്കാനുള്ള ഒരു പ്രധാന കാരണം നാം അത് തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. പക്ഷെ ഒരു വശത്തേക്ക് നോക്കുകയാണെങ്കിൽ എത്രയെത്ര നന്മകളാണ് അതിനുള്ളത്. ആ ഒരു വസ്തു തിന്മയായി ഭവിക്കുന്നത് നമ്മുടെ ഉപയോഗം കൊണ്ടാണ്. അതുകൊണ്ട് എന്തിനേയും എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമുക്ക് വ്യക്തമായൊരു തീരുമാനം വേണം. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം മാത്രമേ ഞാൻ ഏതൊരു സാധ്യതയും ഉപയോഗിക്കൂ എന്ന് നമ്മൾ ദൃഢനിശ്ചയം എടുത്താൽ എല്ലാം നന്മയായി തീരും.